ഹലോ. പുതിയ ഖദറിന് പഴയ ഭംഗി എന്താണെന്നല്ലേ, അതിലേക്ക് വരാം. ഇന്ത്യയിലെ മണ്ണിനങ്ങളെ പറ്റി നമുക്ക് ചില ഇൻഫർമേഷൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. ഓക്കെ, ഈ എക്കൽ മണ്ണ് രണ്ട് ടൈപ്പ് ഉണ്ട്. പഴയ എക്കൽ മണ്ണും ഉണ്ട്, പുതിയ എക്കൽ മണ്ണും ഉണ്ട്. ഒന്നിന്റെ പേരാണ് ഭങ്കർ, ഒന്നിന്റെ പേരാണ് ഖാദർ. ഓക്കെ, പരീക്ഷയ്ക്ക് ഇത് ചോദ്യം വന്നിട്ട് ഓപ്ഷനിൽ രണ്ടും കൊടുക്കും. അപ്പോൾ ഖാദറാണോ ബങ്കറാണോ പുതിയത് പഴയതെന്ന് കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ ഓർത്തു വെക്കുന്നത്, പുതിയ ഖദറിന് പഴയ ഭംഗി. ഇപ്പം നിങ്ങൾ പറയൂ, പുതിയ എക്കൽ മണ്ണ് ഏതാണ്? പുതിയ ഖദർ. അപ്പോൾ ഖാദറാണ് പുതിയ എക്കൽ മണ്ണ്. പഴയ ഭംഗി അപ്പോൾ ഭങ്കറാണ് പഴയ എക്കൽ മണ്ണ്. ഇനിയിപ്പോൾ അത് മാറിപ്പോവില്ലല്ലോ. പുതിയ ഖദറിന് പഴയ ഭംഗി, പുതിയത് ഖാദറും പഴയത് ഭങ്കറും. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എക്കൽ മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കരിമണ്ണ്. ഓക്കെ, തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ പർവ്വത മണ്ണാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പെഡോളജി. പെട, മണ്ണിൽ കളിച്ചാൽ നല്ല പെട കിട്ടുന്ന ഓർത്താൽ മതി. മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ മണ്ണിൽ കളിച്ച പെട കിട്ടും. അപ്പോൾ പെട എന്ന് വരുമ്പോൾ പെഡോളജി എന്ന് ഓർക്കാം നമുക്ക്. ഓക്കെ, 60% ചരലുകൾ ഉള്ള മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. 60% ചരലുകളുള്ള മണ്ണാണ് ലാട്രൈറ്റ് മണ്ണ്. ഓക്കെ, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ഭക്ഷ്യവിളയാണ് നെല്ലല്ലേ. അപ്പോൾ നെൽകൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ണ് എക്കൽ മണ്ണാണ്. പഴയ എക്കൽ മണ്ണിന്റെ പേര് ഭങ്കർ, പുതിയ എക്കൽ മണ്ണിന്റെ പേര് ഖാദർ. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, അതിന് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഇവിടെ എഴുതിയിട്ടുള്ള മണ്ണിനങ്ങളിൽ ഒരെണ്ണമാണ് അതിൻ്റെ ആൻസർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത്? ആൻസർ കമന്റ് ചെയ്യുമ്പോൾ